അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ തഫ്സീർ പഠനത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂറത്തു ലൈലിലെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദീകരിച്ചത്. ഈ എപ്പിസോഡിൽ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളുടെ വിശദാംശങ്ങളാണ് അടങ്ങുന്നത്. إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. ഒന്നാമത്തെ 12ാമത്തെ വാക്യം ഇന്ന അലൈന ലൽ ഹുദ എന്നുള്ളതാണ്. ഇതിൻ്റെ പദ വിശകലനങ്ങൾ: ഇന്ന അലൈന, നിസ്സംശയം നമ്മുടെ ചുമതലയത്രേ, ലൽ ഹുദ, നേർവഴി പറഞ്ഞു തരേണ്ടത്, വ ഇന്ന ലന, തീർച്ചയായും ഉടമസ്ഥൻ നാം തന്നെയാകുന്നു, ലൽ ആഖിറ, പരലോകത്തിൻ്റെ, വൽ ഊല, ഇഹലോകത്തിൻ്റെയും, ഫ അൻദർതുക്കും, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി, നാറൻ തലല്ല, ആളിക്കത്തുന്ന നരകത്തെക്കുറിച്ച്, ലാ യസ്ലാഹ, അതിൽ പ്രവേശിക്കുകയില്ല, ഇല്ലൽ അഷ്ക, ഭാഗ്യദോഷിയല്ലാതെ, അല്ലദീ കെദബ, സത്യം തിരസ്കരിച്ചവനായ, വതവല്ല, പിന്തിരിഞ്ഞ് പോവുകയും ചെയ്തവനായ, വസയു ജന്നബുഹ, അതിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ്, അൽ അത്തുക്ക, പരമഭക്തൻ, അല്ലദീ യുതി, അദ്ദേഹം കൊടുക്കുന്നവനാണ്, ചെലവഴിക്കുന്നവനാണ്, മാലഹു, തൻ്റെ ധനം, യതസക്ക, പരിശുദ്ധി ആർജിക്കാൻ വേണ്ടി, വമാലി അഹദിൻ, ഒരാൾക്കുമില്ല, ഇന്ദഹു, അവൻ്റെ പക്കൽ, മിൻ നിഅമത്തിൻ, ഒരു അനുഗ്രഹവും, തുജ്സ, പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ, ഇല്ല ബിത്തിഖാ, അവൻ മാത്രമേ അവൻ കാക്ഷിക്കുന്നുള്ളൂ, ഇല്ല ബിത്തിഖാ, മാത്രമേ അവൻ കാക്ഷിച്ചുള്ളൂ, വജ്ഹി റബ്ബിഹി, രക്ഷിതാവിൻ്റെ പ്രീതി, അൽ ആല, മഹോന്നതനായ, വലസൗഫ യർള, തീർച്ചയായും പിന്നാലെ അവൻ സംതൃപ്തനാകും. ഇവിടെ വ ഇന്ന ലനാ ലൽ ആഖിറ വൽ ഊല, ആഖിറത വൽ ഊല എന്ന് പറയുന്ന ഈ വാക്യത്തെ സംബന്ധിച്ച് ഇമാം മാവർദി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ വിശദീകരണം ഇപ്രകാരമാണ്: ഫീഹി വജ്ഹാൻ, ഇതിൽ 2 വീക്ഷണങ്ങളുണ്ട്. അഹദുഹുമ, അതിലൊന്ന് സവാബു ദുനിയ വൽ ആഖിറ, ഇഹലോകത്തെയും പരലോകത്തെയും പ്രതിഫലം, ഖാലഹു അൽ കൽബി വൽ ഫറാഖ്, ഈ അഭിപ്രായമാണ് കൽബിയും ഫറാവും പറഞ്ഞിട്ടുള്ളത്. വസാനി, രണ്ടാമത്തേത് മുൽക്കു ദുനിയ വ മുൽക്കുൽ ആഖിറ, ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഉടമസ്ഥത എന്നുള്ളതാണ്. ഖാലഹു മുഖാത്തിൽ ഈ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ നുഖത്തു വൽ ഉയൂൻ, 6ാം വാള്യം, 289 പേജ്. ഈ വാക്യങ്ങളുടെ ഒന്നിച്ചുള്ള ഓരോ സൂറയുടെയും ഓരോ ആയത്തിൻ്റെയും സൂക്തത്തിൻ്റെയും അർത്ഥം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന അലൈന ലൽ ഹുദ, നിസ്സംശയം നേർവഴി പറഞ്ഞു തരേണ്ടത് നമ്മുടെ ചുമതലയത്രേ, വൈന്ന ലനാലൽ ആഖിറത വൽ ഊല, തീർച്ചയായും പരത്തിൻ്റെയും ഇഹത്തിൻ്റെയും ഉടമസ്ഥൻ നാം തന്നെയാകുന്നു, ഫ അൻദർതുക്കും നാറൻ തലല്ല, അങ്ങനെ ആളിക്കത്തുന്ന നരകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകി, ലാ യസ്ലാഹ ഇല്ലൽ അഷ്ക അല്ലദീ കദ്ദബ വതവല്ല, സത്യം തിരസ്കരിക്കുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്ത ഭാഗ്യദോഷി മാത്രമേ അതിൽ പ്രവേശിക്കൂ, വസയു ജന്നബുഹൽ അത്ക അല്ലദീ യൂതി മാലഹു യതസക്ക, പരിശുദ്ധി ആർജിക്കാൻ വേണ്ടി തൻ്റെ ധനം ചെലവഴിച്ച പരമഭക്തൻ ആ നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ്, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ, പ്രത്യുപകാരം മോഹിച്ചല്ല ആർക്കും അവൻ ഉപകാരം ചെയ്തത്, ഇല്ല ബിത്തിഖാ വജ്ഹി റബ്ബിൽ ആല,
മഹോന്നതനായ രക്ഷിതാവിൻ്റെ പ്രീതി മാത്രമേ അവൻ കാംക്ഷിച്ചുള്ളൂ. വലസൗഫയർല, തീർച്ചയായും പിന്നാലെ അവൻ സംതൃപ്തനാകും. ഇതാണ് ഇതിലെ ആയത്തുകളുടെ സാരം. ഇനി ഈ സൂറയിൽ നിന്ന് വരുന്ന തഫ്സീറിൻ്റെ അതിൻ്റെ വിശദീകരണത്തിൻ്റെ സാരാംശങ്ങൾ നമുക്ക് ഇപ്രകാരം ആവിഷ്കരിക്കാവുന്നതാണ്. അള്ളാഹുവാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, മനുഷ്യൻ്റെ സൃഷ്ടാവ്, ജീവജന്തുക്കളുടെ സൃഷ്ടാവ്, സസ്യജാലങ്ങളുടെ സൃഷ്ടാവ്. പ്രപഞ്ചഗോളങ്ങൾക്ക് കറങ്ങാനുള്ള പദങ്ങൾ നിശ്ചയിച്ചവനാണവൻ. ജീവികൾക്ക് അവയുടെ ജീവിതചക്ര പൂർത്തീകരണത്തിനായി മാർഗദർശനം നൽകിയവനാണവൻ. സസ്യജാലങ്ങളുടെ വളർച്ചയ്ക്കാവശ്യമായ ജൈവനിർദ്ദേശങ്ങൾ അവയിൽ സന്നിവേശിപ്പിച്ചവനാണവൻ. മനുഷ്യന് പ്രകൃതിജന്യമായ ജൈവനിർദ്ദേശങ്ങൾ നൽകിയതും ആ സൃഷ്ടാവ് തന്നെ. ഇതിനപ്പുറം സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും, നീതിയുടെയും അനീതിയുടെയും, വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും മാർഗങ്ങൾ വേർതിരിച്ച് വ്യക്തമാക്കി തരുന്നതും അവൻ തന്നെ ബാധ്യതയേറ്റിരിക്കുന്നു. ഇഹ പരലോകങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹു തന്നെയാണ് അതിൻ്റെ യോഗ്യനായിട്ടുള്ളവൻ. ഇഹലോകത്താകട്ടെ പരലോകത്താകട്ടെ മനുഷ്യൻ അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് മുക്തനല്ല. തിന്മകൾ ചെയ്ത് അരങ്ങ് തകർക്കുന്ന മനുഷ്യന് ഞാൻ കത്തിയാളുന്ന നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. മാർഗദർശനങ്ങൾ സുവ്യക്തമായിരുന്നിട്ടും അവ സ്വീകരിക്കാതെ നരകത്തിൽ പതിക്കുന്നവൻ ദൗർഭാഗ്യവാൻ തന്നെയാണ്. അവൻ്റെ ദുർഭഗതയുടെ കാരണം സത്യത്തെ തിരസ്കരിച്ചതും അവഗണിച്ചതുമാണ്. എന്നാൽ ജീവിതത്തിൽ ധർമാധർമ്മങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി ജീവിതത്തെ നിയന്ത്രിച്ചു നിർത്തിയ സൂക്ഷ്മാലുവായവൻ കഠോരമായ നരകത്തിൽ നിന്ന് അകറ്റപ്പെടും. ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി ശരിയായ ബോധമുള്ളവനായി ജീവിക്കുന്നവനത്രേ അവൻ. തിന്മയുടെ കരിമ്പുകയേൽക്കാതെ ജീവിതത്തെ നന്മയുടെ തെളിമയിൽ തളച്ചിടുന്നവനാണവൻ. വിശ്വാസത്താൽ പ്രചോദിതനായി നിഷ്കളങ്കനായി ദൈവമാർഗത്തിൽ ധനം ചെലവഴിക്കുന്നു. ആരുടെയെങ്കിലും പ്രശംസയോ സ്തുതിയോ അവരാഗ്രഹിക്കുന്നില്ല. അത്തരം പ്രലോഭനങ്ങൾക്ക് അവർ വശംവദരാകുകയും ചെയ്യില്ല. ആർക്കെങ്കിലും തൻ്റെ ധനം കൊണ്ട് ഔദാര്യം നൽകുന്നുണ്ടെങ്കിൽ അയാളോട് നേരത്തെ എന്തെങ്കിലും കടപ്പാടുള്ളതിൻ്റെ പേരിലല്ല, അതല്ലെങ്കിൽ ഭാവിയിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടുമല്ല, തൻ്റെ നാഥൻ്റെ അമൂല്യമായ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. നിസ്സഹായരും നിരാലംബരുമായ അവശർക്ക് നേരെ സഹായഹസ്തം നീട്ടുന്നതിൽ അവരെ പ്രചോദിപ്പിക്കുന്നത് അള്ളാഹു, സ്വർഗം എന്നിവ മാത്രമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്സഹായരായ നിരവധി അടിമകളെ മോചിപ്പിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിലെ വോട്ടിലോ അടുത്ത അവാർഡ് വിതരണത്തിലെ പുരസ്കാരത്തിലോ കണ്ണ് നട്ടായിരിക്കില്ല ഇവരുടെ പ്രവർത്തനം. ഭൂമി പ്രവർത്തനങ്ങളാൽ നിബിഡമാണ്. മനുഷ്യരെല്ലാം രാപ്പകൽ വ്യത്യാസമില്ലാതെ കഠിനാധ്വാനത്തിലാണ്. എന്നാൽ ഈ അധ്വാനങ്ങളിൽ അധികവും നിഷ്ഫലവും നിശൂന്യവുമായി തീരുന്നു. ആളുകൾക്കിടയിൽ പ്രശസ്തി നേടാനും അംഗീകാരം പിടിച്ചു പറ്റാനുമായി തങ്ങളുടെ ജീവിതത്തിലെ നിമിഷങ്ങളെ തുലച്ചു കളയുന്നവർ മഹാ ദൗർഭാഗ്യവാന്മാർ തന്നെ. അത്തരം ദുർഭകന്മാരുടെ വാസസ്ഥാനം നരകമത്രേ. അതിനാൽ അള്ളാഹുവിൻ്റെ പ്രീതി എന്നത് മാത്രം മനസ്സിൽ കൊത്തിവെച്ച് കർമ്മധർമ്മങ്ങളുടെ പോർക്കളത്തിൽ പോരാടാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങാൻ ഈ സൂറ നമ്മെ പ്രേരിപ്പിക്കുന്നു, നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അതിനാൽ തന്നെ ഈ ദുനിയാവിലുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ കണ്ണു നട്ട് അതിൻ്റെ പിന്നാലെ പോയി പൂർണ്ണമായി നമ്മുടെ സമയം സമ്പൂർണ്ണമായി ചെലവഴിച്ച് ധാരാളം അമലുകൾ ചെയ്ത് ഒരു അമൽ പോലും പ്രതിഫലം ലഭിക്കുന്നതായി തീരാതിരിക്കത്തക്ക രീതിയിൽ ആയിപ്പോകാതിരിക്കാൻ പ്രത്യേകമായ നിഷ്ഠയും ശ്രദ്ധയും പുലർത്തണമെന്നുള്ള സന്ദേശമാണ് ഈ സൂറ നമ്മുടെ മുമ്പാകെ വെക്കുന്നത്. എന്നാൽ നമ്മളിന്ന് കാണുന്നത് കുതിച്ചോടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യക്കൂട്ടങ്ങളെയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിബിഡമാണ് ലോകം. എന്നാൽ ആ പ്രവർത്തനങ്ങളിൽ എത്ര പ്രവർത്തനങ്ങൾ തനിക്ക് തന്നെ ഉപകാരപ്പെടുന്നതായി, തൻ്റെ പാരത്രിക ജീവിതത്തിന് ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കുന്നതായി ഉണ്ട് എന്നുള്ള കാര്യം മനുഷ്യരധിക പേരും ആലോചിക്കുന്നില്ല. അതിനാൽ തന്നെ ലോകമാന്യതയ്ക്കും പ്രശസ്തിക്കും അംഗീകാരത്തിനും അവാർഡിനും മറ്റുള്ള ആളുകളുടെ മുമ്പിലുള്ള അംഗീകാരത്തിനും വേണ്ടി സമയം നഷ്ടപ്പെടുത്താതെ പടച്ച തമ്പുരാൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ പൂർണ്ണമായി തിരിച്ചു നിർത്താൻ ഈ സൂറ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഈ സൂറയുമായി ചേർത്ത് വെച്ചുകൊണ്ട് മനുഷ്യർക്ക് മാർഗദർശനം, നേർമാർഗം വ്യക്തമാക്കി കൊടുക്കുക എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. വൈന്ന ലനാലൽ ആഖിറ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈന്ന അലൈനാലൽ ഹുദ എന്ന്, വൈന്ന അലൈനാലൽ ഹുദ വൈന്ന ലനാലൽ ആഖിറത വല്ലൂല എന്ന്. ഇതുമായി ബന്ധിപ്പിക്കാവുന്ന മറ്റൊരു വാക്യം സൂറ നഹലിലെ 9-ാം വാക്യത്തിൽ അല്ലാഹു പറഞ്ഞു, വ അലല്ലാഹി ഖസ്തുസ് സബീലി വമിൻഹാ ജായിർ. നേർമാർഗം കാണിച്ചു കൊടുക്കുക അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്.
വക്രമാർഗങ്ങളും ഉണ്ടെന്നിരിക്കെ. അതുപോലെ തന്നെ ഇഹലോകത്തുള്ള നന്മയാണെങ്കിലും പരലോകത്തുള്ള നന്മയാണെങ്കിലും അതിൻ്റെ എല്ലാം ഉടമസ്ഥൻ അള്ളാഹു ആകുന്നു എന്ന കാര്യം മറ്റൊരു സൂറയിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. വമൻ യുരിദ് സവാബ ദുനിയ നൂതീഹി മിൻഹ വമൻ യുരിദ് സവാബൽ ആഖിറ നൂതീഹി മിൻഹ. ആരെങ്കിലും ഇഹലോകത്തെ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ ഇവിടെ നിന്ന് നാം അത് നൽകും. ആരെങ്കിലും പരലോകത്തെ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് അവിടെ നിന്ന് നാം അത് നൽകും. ആലിമ്രാൻ 145 വാക്യം. അഥവാ ഈ ലോകത്ത് അംഗീകാരവും പ്രശസ്തിയുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഈ ദുനിയാവിൽ ഈ ലോകത്ത് ആൾക്കാരുടെ മുന്നിൽ വലിയവനായി അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ലഭിക്കുക എന്നുള്ളത് ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷേ പരലോകത്ത് ഒന്നും ഇല്ലാത്തവനായിത്തീരും എന്നുള്ള കാര്യമാണ് ഈ വാക്യം ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: മൻകാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫി ഹർസിഹി വമൻകാന യുരീദു ഹർസൽ ദുനിയ നൂതീഹി മിൻഹ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. വല്ലവനും പരലോകത്തെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ്റെ കൃഷിയിൽ നാം അവന് വർധനവ് നൽകുന്നതാണ്. അവിടെ കൃഷിയോട് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഒരു കർഷകൻ വിളവെടുപ്പിന് വേണ്ടി വയലുകളിൽ കഠിനാധ്വാനം ചെയ്യുന്നു, ധാരാളമായി വിത്തിടുന്നു. അവൻ്റെ കൃഷി ഏത് തരത്തിലാണ് പരലോകത്തെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ്റെ കൃഷിയിൽ നാം അവന് വർധനവ് നൽകും. വല്ലവനും ഇഹലോകത്തെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാം അവന് അതിൽ നിന്ന് നൽകുന്നതാണ്. അവന് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുകയില്ല എന്ന് ഷൂറ 20 വാക്യത്തിൽ പറയുന്നു. ഇതുപോലെ തന്നെ ഇവിടെ നരകത്തെപ്പറ്റി അള്ളാഹു സൂചന നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നരകം അത്യധികം രൂക്ഷമായ ശിക്ഷയുടെ കേന്ദ്രമാണെന്ന് ഖുർആൻ മറ്റൊരിടത്ത് വ്യക്തമാക്കുന്നു. കല്ല ഇന്നഹാ ലളാ നസാഅതൻ ലിശവാ. സംശയം വേണ്ട, തീർച്ചയായും അത് ആളിക്കത്തുന്ന നരകമാകുന്നു, തലയുടെ തൊലി ഉരിച്ചു കളയുന്ന നരകാഗ്നി എന്നാണ് നരകത്തെപ്പറ്റി വിശേഷിപ്പിച്ചിട്ടുള്ളത്. മാരിജ് 15-16 വാക്യങ്ങളിൽ. നരകമുക്തി ലഭിക്കുന്ന ആളുകളെ പറ്റി, നരകത്തിൽ കിടന്ന് എരിയുന്നതിൽ പെടാതെ രക്ഷപ്പെടുന്നവരെ പറ്റി സൂറ മറിയമിൽ അള്ളാഹു വിശദീകരിച്ചിരുന്നു. വഇന്ന മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ സുമ്മ നുനജ്ജി ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ. നരകത്തിനടുത്ത് വരാത്തവരായി നിങ്ങൾ ആരും തന്നെയില്ല. എല്ലാവരും നരകം കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോവുക. നിന്റെ രക്ഷിതാവിൻ്റെ ഖണ്ഡിതവും നടപ്പിലാക്കപ്പെടുന്നതുമായ തീരുമാനമാകുന്നു അത്. പിന്നീട് ധർമ്മനിഷ്ഠ പാലിച്ചവരെ നാം രക്ഷപ്പെടുത്തുകയും നരകത്തിൽ വീഴ്ത്താതിരിക്കുകയും സ്വർഗത്തിലെത്തിക്കുകയും ചെയ്യും. അക്രമികളെ മുട്ടുകുത്തിയവരായിക്കൊണ്ട് നാം അതിൽ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. സൂറ മറിയം 71-72 വാക്യത്തിൽ അള്ളാഹു ഈ കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ നരകത്തിൽ പതിക്കാതെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള കർമ്മകാണ്ഡങ്ങളിൽ സജീവരായി തീരാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അള്ളാഹുവിനെയും പരലോകത്തെയും ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ സമ്പൂർണ്ണമായ രീതിയിൽ നന്മയിൽ അധിഷ്ഠിതമായ രീതിയിൽ തിരിച്ചു നിർത്താനുള്ള ആഹ്വാനമാണ് ഈ സൂറയുടെ ഈ ഭാഗം നമ്മുടെ ഭാഗം നൽകുന്നത്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി പരലോകത്തിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകളായി തീരാൻ വേണ്ടി നമ്മൾ യത്നിക്കുക. അതോടൊപ്പം ഇഹലോകത്തുള്ള സൗഭാഗ്യങ്ങൾ അള്ളാഹു അതിനോടൊപ്പം നൽകും എന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സൂറയുടെ സന്ദേശം ജീവിതത്തോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.